ഹായ് ഹലോ, ദേവൂസ് തെച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. നമുക്കിന്ന് വെജും നോൺ വെജും ഒക്കെയുള്ള ഒരു സദ്യ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കുന്നത് ഫിഷ് കറിയും ചിക്കൻ കറിയും മാങ്ങ അച്ചാറും ബീട്രൂട്ട് പച്ചടിയും പരിപ്പ് കറിയും തോരൻ കറിയുമാണ്. പരിപ്പും തോരനുള്ളതരിഞ്ഞ് ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഇവിടെ വെക്കാനായിട്ട് സ്പേസ് ഇല്ലാഞ്ഞതുകൊണ്ട് ഈ കൂടെ വെച്ചിട്ടില്ല. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ കറി വെക്കാനായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കൻ മസാല, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് കനം കുറഞ്ഞ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും മീനും അച്ചാറിനും ചിക്കൻ കറിക്കുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ്. അതിനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ നിറമെല്ലാം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നു കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളകും സവാളയും അല്പം ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ചിക്കൻ കറിക്കുള്ള സവാളയെല്ലാം വഴന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് മാങ്ങ അച്ചാറിടാം. അതിനായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉലുവായും കടുകും ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഉലുവായും കടുകും എല്ലാം ഒന്ന് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എണ്ണയ്ക്കകത്ത് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം എല്ലാം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സവാളയെല്ലാം ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനുള്ള മസാലയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ചിക്കൻ കറി റെഡി ആകുമ്പോഴത്തേക്കും നമുക്കൊരു പച്ചടി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ചട്ടി എടുത്തടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്ത് കടുകും ഉലുവയും കൂടി ഇട്ടൊന്ന് പൊട്ടിക്കുന്നുണ്ട്. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്നു വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും സവാളയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പും ബീട്രൂട്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കേണ്ട, ഒന്ന് ചൂടായാൽ മതിയേ. പിന്നെ ചിക്കൻ കറി വെന്ത് റെഡിയായപ്പം ആ അടുപ്പിലേക്ക് തന്നെ വെച്ച് ഞാൻ മീൻ കറി പെട്ടെന്ന് റെഡിയാക്കിയെടുത്തേ. പിന്നെ തോരൻ കറി വെക്കാനായിട്ടുള്ള ക്യാബേജും ക്യാരറ്റ് സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് കൊത്തിയരിഞ്ഞെടുത്ത് അതിലേക്ക് കറിവേപ്പിലയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുത്തേ. പിന്നെ ഒരു ചട്ടി എടുത്ത് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലും ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പം ചെറിയ ഉള്ളിയും ഉണക്കമുളകും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പരിപ്പ് കറി പെട്ടെന്ന് വെക്കാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് ആവശ്യത്തിന് പരിപ്പെടുത്ത് അതിലേക്ക് 2-3 കഷ്ണം ചെറിയ ഉള്ളിയും 2 പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് താളിക്കാനുള്ള പരിപാടി നോക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഉലുവായും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. വെന്ത പരിപ്പ് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങായും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ വെജും നോൺ വെജും കൂട്ടിയുള്ള സദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ അവിയലിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.